ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ളൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ നോമ്പുകാലത്ത് സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊരിക്കടിയാണിത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവാള കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില, പിന്നെ ഒരു മുട്ടയാണ് വേണ്ടത്. സവാള നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുത്താൽ മതി. ഇനി ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് അല്പം പോലും നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും മുട്ട ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാന് ചൂടാവാൻ വയ്ക്കാം. ഞാനൊരു പരന്ന പ്ലേറ്റിലോട്ട് ഇത് ഒഴിച്ചെടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ബ്രെഡ് 2 പുറവും മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് നമുക്ക് ഈ ഷേപ്പിൽ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അരികുവശങ്ങളൊന്നും കട്ട് ചെയ്ത് കളയരുത്. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ബ്രെഡിൻ്റെ 2 വശവും നമുക്ക് ഈ മിക്സിയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണം. കൂടുതൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. നമ്മുടെ ബ്രെഡ് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ബ്രെഡും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മുടെ ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റുമാണ്, ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പൊരിക്കടിയും കൂടെയാണ് ബ്രെഡ് പൊരിച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.